അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. സന്തോഷത്തിൻ്റെ, ആഹ്ലാദത്തിൻ്റെ ചെറിയ പെരുന്നാൾ സുദിനമിത ആഗതമായിരിക്കുന്നു. ഒരു മാസം നീണ്ട ത്യാഗപൂർണമായ വ്രതാനുഷ്ഠാനത്തിന് വിരാമം കുറിച്ച് വിശ്വാസികൾ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. കഴിഞ്ഞ ഒരു മാസം അതിശക്തമായ ചൂടിനെ അവഗണിച്ച് അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് അന്നവും വെള്ളവും മറ്റു ശരീരത്തിൻ്റെ ആവശ്യങ്ങളെല്ലാം ത്യജിച്ച് അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ച് ഒരു മാസം വിശ്വാസികൾ നോമ്പനുഷ്ഠിച്ചിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ ആ ശുദ്ധീകരിച്ച മനസ്സും ശരീരവും എല്ലാം അള്ളാഹുവിന് സമർപ്പിച്ചുകൊണ്ട് ശിഷ്ടകാലം ജീവിക്കാൻ നമുക്ക് സാധിച്ചാൽ അൽഹംദുലില്ലാഹ് ഈ വിശുദ്ധ റമളാൻ അനുകൂലമായവരിൽ നമുക്കുൾപ്പെടാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല റമളാൻ അനുകൂലമാക്കിയവരുടെ കൂട്ടത്തിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റമളാനിൽ നാം നേടിയെടുത്ത വിശുദ്ധിയും പാപരഹിതമായ ജീവിതവും നമുക്ക് തുടർന്നും ജീവിതത്തിൽ പകർത്തിക്കൊണ്ടുപോകാൻ സാധിച്ചാൽ അൽഹംദുലില്ലാഹ് അത് വലിയ വിജയമായി തീർന്നു. അള്ളാഹു നമുക്കൊക്കെ അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം പെരുന്നാൾ ആഘോഷിക്കുകയാണ്. സന്തോഷത്തോടു കൂടെ തന്നെ ആഘോഷിക്കുക. നമ്മുടെ മക്കളെ, നമ്മുടെ മാതാപിതാക്കളെ, നമുക്ക് പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും വേണ്ടതെല്ലാം നൽകി നാം സന്തോഷിപ്പിക്കുമ്പോൾ നമ്മുടെ നാടുകളിലെ, നമ്മുടെ കുടുംബത്തിലെ പാവപ്പെട്ട ആളുകൾ, സാധുക്കൾ, അശരണർ, അവർക്കും വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കാനുമുള്ള ഒരു മനസ്സ് നമ്മിൽ പ്രത്യേകമായിട്ടുണ്ടാകണം. അൽഹംദുലില്ലാഹ് നമുക്ക് ചുറ്റും നാം കാണുന്നുണ്ട് വിശ്വാസികൾ പരസ്പരം സഹായിക്കുന്നത്, പാവങ്ങളെ ചേർത്ത് പിടിക്കുന്നത്, കിറ്റും പണവുമെല്ലാം നൽകി അവർക്ക് വേണ്ടതെല്ലാം കൊടുക്കുന്നവർ. ഇതൊക്കെ കാണുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച അവിടുത്തെ നിർദ്ദേശങ്ങളും ഹദീസുകളും ഇന്നും മുസ്ലിം സമുദായത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുശേഷിപ്പുകളാണ്, അവിടുത്തെ നിർദ്ദേശങ്ങളാണ്. അതൊക്കെ അനുസരിച്ചാണ് നാം ജീവിക്കേണ്ടത്. നമുക്കറിയാം, ഈ വർഷം ചെറിയ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്നത്തെ ലോകം വളരെ വലിയ പ്രയാസത്തിലൂടെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. സയനിസ്റ്റുകളുടെ അതിക്രൂരമായ കുതന്ത്രങ്ങൾ കാരണം മുസ്ലിം രാജ്യങ്ങളിൽ അരക്ഷിതാവസ്ഥ പടർന്നു പിടിച്ചിരിക്കുന്നുണ്ട്. അവരെല്ലാം വളരെ പ്രയാസത്തിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ശാന്തമായി ജീവിച്ച, സ്വസ്ഥമായി ജീവിച്ച അറബി രാജ്യങ്ങളിൽ പോലും അശാന്തിയുടെ, ഭയത്തിൻ്റെ കാര്യങ്ങളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമ്മുടെ സഹോദരങ്ങൾക്കിടയിൽ, മുസ്ലിം രാജ്യങ്ങൾക്കിടയിൽ ശാന്തിയും സമാധാനവും എത്രയും വേഗത്തിൽ തിരിച്ചു നൽകുമാറാകട്ടെ. പ്രവാസ ലോകത്ത് അധ്വാനിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളുണ്ട്. അവരാണ് നമ്മുടെ നാടിനെ ഈ രൂപത്തിൽ സമ്പന്നമാക്കിയത്. അവരുടെ വിയർപ്പാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിനെ നല്ല സുഭിക്ഷമായ രൂപത്തിൽ മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സമ്പത്തിൻ്റെ അടിത്തറ അവരാണ് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. അവരിപ്പോൾ പ്രയാസത്തിലാണ്. അവരുടെ വീടുകളിൽ ഇന്ന് വല്ലാത്ത അരക്ഷിതാവസ്ഥയാണ്, ബേജാറാണ്. അള്ളാഹു ഗൾഫ് രാജ്യങ്ങളിൽ രൂപപ്പെട്ട ആ പ്രതിസന്ധിയിൽ നിന്ന് എത്രയും പെട്ടെന്ന് സമാധാനം നൽകി നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ നാടിനും വലിയ ഐശ്വര്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാസികളാണ് നമ്മുടെ മുഴുവൻ ദീനീ സ്ഥാപനങ്ങളെയും മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്നത്. അവരുടെ വിയർപ്പ് തുള്ളികളില്ലാത്ത ഒരു മതസ്ഥാപനവും ഇന്നിവിടെ ഉണ്ടാവുകയില്ല. അള്ളാഹു എത്രയും പെട്ടെന്ന് ഈ പ്രതിസന്ധിയിൽ നിന്ന് മറികടക്കാൻ അവർക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും സന്തോഷകരമായ ആശ്വാസത്തിൻ്റെ പ്രഖ്യാപനങ്ങൾ അവർക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. പ്രയാസം അനുഭവിക്കുന്ന നമ്മുടെ ആ സഹോദരങ്ങളെ ഒരു ദുആയിലെങ്കിലും ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കണം. അത് നമ്മുടെ കടമയാണ്. അവരെ എല്ലാവരെയും മനസ്സിൽ കണ്ട് പാവങ്ങളെ ചേർത്ത് പിടിക്കുന്ന രൂപത്തിലാകണം നമ്മുടെ ഈ പെരുന്നാൾ ആഘോഷം. ഒന്നിലും മതിമറക്കാതെ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് അവൻ്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കണം ഈ ചെറിയ പെരുന്നാൾ നാം ആഘോഷിക്കേണ്ടത്. അൽഹംദുലില്ലാഹ് എല്ലാവർക്കും ദാറുൽ ഹദീസിൻ്റെ പെരുന്നാൾ ആശംസകൾ അറിയിക്കുകയാണ്. ദാറുൽ ഹദീസ് നമ്മളെല്ലാവരുടേതുമാണ്. അതിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും നാം എല്ലാവരുമാണ്. നിങ്ങളുടെ എല്ലാവരുടെയും നിർദ്ദേശങ്ങൾ സന്തോഷത്തോടെ ഞങ്ങൾ സ്വീകരിക്കുകയാണ്. ദാറുൽ ഹദീസിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ നിങ്ങളെല്ലാവരും കൂടെയുണ്ടാകണം. അൽഹംദുലില്ലാഹ് ഈ റമളാൻ മുഴുവനും ദാറുൽ ഹദീസിലേക്ക് സംഭാവനകൾ നൽകിയവരുണ്ട്. നമ്മുടെ 101 ചലഞ്ചിൽ
പങ്കെടുത്ത ധാരാളം വിശ്വാസികളുണ്ട്, സഹോദര സഹോദരിമാരുണ്ട്, സ്വിഹാഹ് കോഴ്സിലെ പഠിതാക്കളുണ്ട്, സ്ഥാപനത്തിൻ്റെ അയൽവാസികളുണ്ട്, നമ്മുടെ എല്ലാം സുഹൃത്ത് വലയങ്ങളുണ്ട്. എല്ലാവരും ദാറുൽ ഹദീസിനെ അകമഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ട്. നമ്മുടെ ആ കവർ പദ്ധതിയിലൂടെ ധാരാളം സഹോദരങ്ങൾ, ഉമ്മമാർ അകമഴിഞ്ഞ് ദാറുൽ ഹദീസിനെ സഹായിച്ചിട്ടുണ്ട്. എല്ലാം ഇവിടെ സ്മരിക്കുകയാണ്, ഒന്നും മറന്നിട്ടില്ല. അവരോടെല്ലാം ദാറുൽ ഹദീസ് ദുആ കൊണ്ട് കടപ്പെട്ടവരാണ്. അള്ളാഹു അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിദേശത്തും സ്വദേശത്തും നമ്മുടെ പ്രവർത്തകന്മാരുണ്ട്. അവരാണ് നമ്മുടെ സ്ഥാപനങ്ങളെയൊക്കെ മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്നത്. അവരെയും ദാറുൽ ഹദീസ് പ്രത്യേകം ഓർക്കുകയാണ്. അള്ളാഹു അതിനൊക്കെ അർഹമായ പ്രതിഫലം നൽകി എല്ലാ പ്രയാസങ്ങളിൽ നിന്നും എത്രയും പെട്ടെന്ന് അവർക്ക് മോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ പൊരിവെയിലത്തും ദാറുൽ ഹദീസിന് കളക്ഷൻ എടുക്കാൻ വേണ്ടി പോയ പ്രവർത്തകന്മാരുണ്ട്. എല്ലാവരെയും ഈ സമയത്ത് സ്മരിക്കുകയാണ്. അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ സ്വർഗത്തിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടെ സംഗമിക്കാൻ നമുക്കും അവർക്കും നമ്മെ സഹായിക്കുന്ന എല്ലാവർക്കും വലിയ മഹത്തായ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഈ സമയത്ത് ദുആ ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനിയും നമ്മൾ ഒന്നിച്ച് ദാറുൽ ഹദീസിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. അതിനെല്ലാവരും കൂടെയുണ്ടാകണം. നിങ്ങളൊക്കെ കൂടെ ഉണ്ടാകും എന്ന പ്രതീക്ഷയോടുകൂടെ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ചെറിയ പെരുന്നാൾ ആശംസകൾ അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.